ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും കണ്ണങ്കി മറ്റേ പുതിയ വീഡിയോയിലേക്ക് ഒരുക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുന്നു. ഓക്കെ, വീണ്ടും വന്നിരിക്കുന്നു, വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. കണ്ണൻ ഗെയിമർ, യെസ് ഓഫ് കോഴ്സ്, നമ്മൾ കണ്ണൻ ഗെയിമർ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാനൊരു സന്തോഷമുള്ള വാർത്തയും സങ്കടമുള്ള വാർത്തയും കൂടെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇടമിണ്ടാറ മാത്രം അപ്പോൾ സങ്കടമുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ബൂംസ്റ്റർ എന്ന് വെച്ചാൽ ആദ്യമത്തെ 83 സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ ബൂംസ്റ്റർ നമ്മുടെ ഇന്ന് കൈവിട്ട് പോയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രൈക്ക് വന്നതിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 മാസം വെയിറ്റ് ചെയ്ത് സ്ട്രൈക്കൊക്കെ മാറി എല്ലാം സെറ്റായി വന്നപ്പോൾ ഇപ്പം എൻ്റെ ഫോൺ റീസ്റ്റോർ ആയതിൻ്റെ കൂടെ പണിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി പണിയാണ് കിട്ടി. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള എൻ്റെ അക്കൗണ്ടൊക്കെ പോയി. ഈ അക്കൗണ്ടൊക്കെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ സെറ്റിങ്സ് ഒക്കെ. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഈ കിടക്കുന്നത്, ലിങ്കായിട്ട് കിടക്കുന്നത്. ജിമെയിൽ വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനത്തെ ജിമെയിലിലേക്ക് കൊടുക്കാം. ഈ ഒരു ഫേസ്ബുക്ക് മാറ്റി ഈ അക്കൗണ്ട് ജിമെയിലിലേക്കും പോകും വേണമെങ്കിൽ. അപ്പം സന്തോഷമുള്ള വാർത്ത, നമ്മുടെ ചാനൽ 72 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് എന്നാണ്. ഇനി 72 100 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണം. അവിടുന്ന് ഒരു 500 സബ്സ്ക്രൈബേഴ്സിലെത്തണം. അവിടുന്ന് 1K എത്തണം. അവിടുന്ന് 2K, അങ്ങനെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക. പിന്നെ അത്രേ ഉള്ളൂ. അപ്പം സന്തോഷമുള്ള വാർത്തയും സങ്കടമുള്ള വാർത്തയും കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വാർത്ത എന്ന് പറയുന്നത് എനിക്ക് കണ്ണൻ ഗെയിമർ തിരിച്ചു കിട്ടി. ആ അക്കൗണ്ടും എല്ലാം പോയതാണ്. ബൂംസ്റ്റർ വെയിറ്റ്, കണ്ണൻ ഗെയിമർ, ബൂംസ്റ്റർ, ഈ 3 അക്കൗണ്ടും പോയ അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്തു. എന്ന് വെച്ചാൽ ഒരെണ്ണം പോയി, 2 അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്തു. പിന്നെ നമ്മുടെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തു, 21 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തു. അപ്പം അത് എന്നാ പറയാനാ, അത് ഓരോ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ വോയിസ് മൈക്ക് ഓണാക്കിയില്ല. അതുകൊണ്ട് അത് ആ വഴി അങ്ങ് പോയി. അപ്പോൾ ഞാൻ കേട്ടോ, അപ്പോൾ 1 മിനിറ്റ് പര യെസ് ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. വേറെ ഒന്നുമില്ല, നമ്മളൊരു മെസ്സേജ് അയക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ ക്ലാഷ് കോഡാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഗൈസ് നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ പ്രോയൊന്നുമല്ല, വലിയ പ്രോയൊന്നുമല്ല, ചെറിയൊരു പ്രോ എന്ന് പറയാൻ പറ്റിയല്ല. എന്നാലും എൻ്റെ ഇത് ഞാൻ ഏതാണ്ട് 10,000 രൂപ കൊടുത്ത് ഇതിനെ മേടിച്ചത്. ഇങ്ങനെ കൊള്ളാലോ, എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒച്ച ഇതല്ലേ, ഇതിൻ്റെ ഒച്ച ഞാൻ കേൾപ്പിച്ചത് കേട്ടോ. എനിക്ക് യാതൊരു ഇഷ്ടപ്പെട്ടു. ഞാൻ കുട്ടു എന്നാണ് പേരിട്ടേക്കുന്നത്, കുട്ടു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ഇത്ര ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്ത കാര്യമല്ല, ഓരോ തിരക്കായിട്ട് നടക്കുകയാണ്. പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്, ജോബുണ്ട്, വർക്കുകളുണ്ട്, എല്ലാം ഓരോ കാര്യമായിട്ട് ഇങ്ങനെ തലയ്ക്കകത്ത് പ്രാന്തം പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ സോറി. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാനൊരു സോറി പറഞ്ഞില്ലേ, അതെ, സോറി പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും സോറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. പിന്നെ നമ്മുടെ തൊള്ള തുറക്കാതെ. പിന്നെ വേറെ എന്ന് പറയുന്നത്, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്. അതൊന്നും പറയാനില്ല ഇനി. അതെന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിന് ഞാനിനി പേ കൊടുത്ത് ഇനി എടുക്കേണ്ടി വരും. എനിക്കിപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ആകെ 3 പേരുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് വേറെ എത്തുമ്പോൾ ചത്തു.
पुष्पयो तेरा बाप पुष्पा जी के अंदर गए तेरा बात है അത് കാര്യമില്ല ഗൈസ്. ഞാൻ 3 പേരെയും വെച്ച് ഞങ്ങൾ 4 പേരാ. അത് അവന്മാർ 4 ഞങ്ങൾ 3 ഇപ്പോൾ 4 ഓക്കെ. ഫസ്റ്റ് ഇതിൽ ഫ്രീ ഫയർ ഒരുമാതിരി മറ്റേ കൂട്ട് ഇടപാട് കാണിക്കുന്നത് ഞാൻ പറയും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണോ എന്നറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എൻ്റെ സൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഡബ് ചെയ്തേ. എത്രാമത്തെ വീഡിയോ ആണെന്നറിയോ? ഇന്നലെ രാത്രി 2 എടുത്തു, അതും പോയി. ഇന്നും എടുത്തു, 4 പോയി. അതും 21 മിനിറ്റിൻ്റെ. എല്ലാം പോകുക നടത്തിട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലാണ് നിങ്ങളുടെ എൻ്റെ ഒച്ച നിങ്ങൾക്ക് തിരിച്ചു വരും. ചെറിയ പടക്കം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇടയെല്ലാം പോയി ചത്താ. പിന്നെ പ്രോയല്ലേ, ചുമ്മാ കേട്ടോ. അടി കിട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചി കുത്തി അടി കിട്ട്. ഗൈസ് എനിക്ക് ഏറ്റവും അറിയാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒട്ടും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്കത് നോക്കണം. എനിക്ക് കളിക്കാൻ എന്ന് വെച്ചാൽ കളിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഓണാക്കി വെക്കുന്നതിന് ചെറിയ ലാഗ് പിടിക്കും. ഓ താങ്ക്സ്. എടാ ഒന്ന് തീർത്തറ, അവനെ തീർത്തറ. എനിക്കിട്ടില്ല, കളി കിട്ടും. അതുകൊണ്ടാണ് പറിച്ച്. എടാ ആരും ഇല്ലടാ രക്ഷിക്കാൻ. ഗൈസ് ഇപ്പം ചെറിയ സൗണ്ടൊക്കെ കാണും. അപ്പോൾ ഗൈസ് ഇപ്പോഴായിരുന്നു നമ്മുടെ കൂട്ടാളികളെല്ലാം ചത്തേ. അതൊരു ചെറിയൊരു പൈസ ശകലം നേരം ഡിലേ ആയിപ്പോയൊക്കെ ചെയ്തു. പിന്നെ ഗൈസ് ലൈവ് ഇടേണ്ട കാര്യം ഒന്ന് പറയാൻ കേട്ടോ. ലൈവ് വേണമെങ്കിൽ ലൈവ് ഇടാൻ ലൈവ് ഇടാണെങ്കിൽ ഒന്ന് ഇടാൻ പറയണേ. എന്നാലും നമുക്ക് ഇടണം, ലൈവ് ഇടണമെന്നുണ്ട്. അപ്പോൾ അതിന് നെറ്റുണ്ട്, അതുകൊണ്ട് ലൈവ് ഇടുകയൊക്കെ ചെയ്യാം. ഓ മുറ കോപ്പി ഇടപാട്. എന്നെ രക്ഷിക്കാൻ വന്നിട്ട് എടാ എന്നാ അവസ്ഥയാ. പക്ഷെ ഞാൻ ഈ കളിയൊന്നും എടുക്കുന്നുള്ളൂ. ഈ ഒരൊറ്റ കളി ഞാൻ പോകുന്നുണ്ട്. എന്താ പറയുക, ടൈമില്ല, കുറച്ച് ബിസിയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിന് തന്നെ കുറച്ച് ജോലി തിരക്കായിട്ടൊക്കെ നടത്തുകയാണ്. അതുകൊണ്ട് പിന്നെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പിടിക്കാവുന്നതൊക്കെ ഇല്ലേ. അടുത്ത ഒരു കളിയും കൂടെ പോകണം. ഇത്ര പറ്റക്കാൻ പറ്റുള്ളൂ. ഒരു കളിയും കൂടെ പോയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ
ഫ്രീ ഫയർ കളിക്കാൻ കയറും. അങ്ങനെ നമ്മുടെ കൂട്ടാളികൾ എല്ലാം കാണും. അന്നേരമൊക്കെ അന്നേരം വരും കഴിക്കാൻ വേണ്ടി പോയൊക്കെയാണ്. എല്ലായിടത്തിനെ കണ്ടേ ഉളുത്തി. ഒന്ന് ആടി വന്നേ. ഈ കളി പോയെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ആ കളി പോയതാണ്. ഓ ഇടയ്ക്ക് ഞാൻ നോക്കിയില്ല, കണ്ടില്ലായിരുന്നു, സോറി. എടാ കളി പിടിച്ചാ ഒരുത്താൻ അപ്പുറത്താ, അതാണ് ഞാനാണ് ചത്തേ. അത് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല കേട്ടോ. സോറി ഗൈസ്. അപ്പോൾ ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി, കൈ തട്ടി ഓഫായി പോവുകയും ചെയ്തു. സോറി ഗൈസ്. ഞാൻ പറഞ്ഞു അപ്പുറത്തെ വേറൊരു മുറിയിലെത്തി കളിക്കാൻ. എന്നാ പറയുക, അവിടെ ഭയങ്കര നോയ്സാണ്, ഫുൾ ഒരു നല്ല നോയ്സ് ആയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ മുറിയിൽ വന്ന് കിടക്കുവാണ്. എൻ്റെ വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയുന്നേ. മാമനോട് ഒന്നും തോന്നല്ലേ മോനെ. ഓഫ് ലാഗ് അടിക്കണ്ടോ? നമുക്ക് ഇതിലേ പോകാം. ഞാൻ ഇതിലെ കൂടുതലും ഞാൻ ഈ ഒരു സ്ഥലത്ത് കളിക്കാൻ കയറുമ്പോൾ ഞാൻ കൂടുതലും ഇതാണ്, ഞാൻ ഇതിലേ പോകുന്നത്. ചെറിയ ഇഷ്യൂ. പോയി കളി പോയി. അപ്പോൾ നമുക്കൊരു കളിയും കൂടെ പോയി നോക്കാം, അതേ വഴിയുള്ളൂ. അപ്പം ഞാൻ രണ്ടാമതാണ്, 3 കില്ല്, അവൻ 5 കില്ല്. പുഷ്പ 5, ബൂംസ്റ്റർ 3, വേറെ ആൾക്കാരങ്ങനെ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ? 100 സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് ആവുകയാണ്. എനിക്ക് നിങ്ങൾ അന്നേരം എന്താണ് പറയുന്നത്? ഇത് മൊത്തം നിങ്ങൾ ലൈവ് ഇടുന്നതിൻ്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ. എന്നാലാ എനിക്ക് ഒന്ന് തീരുമാനിക്കേണ്ടത് ഒന്നറിയാം. അപ്പോൾ ലൈവ് ഇടുന്നതിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കണേ. ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്നല്ല, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ലൈവ് ആണെങ്കിൽ ലൈവ് എന്ന് എഴുതിയിട്ട് എസ് എന്നിട്ടാൽ മതി. ഓക്കെ, ഇല്ല ലൈവ് എന്ന് ഇട്ടിട്ട് ഒരു റെഡ് ഹാർട്ട്, ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം ഇട്ടാൽ മാത്രം മതി. ലൈവ് ഇടും. അങ്ങനെയാണ് ലൈവ് ഇടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ഓണാക്കി ഇട്ടേക്കണം. ഇല്ലേ ഞാനിടുന്ന ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാ ഈ കളി എങ്ങനെയാ? തൂക്കല്ലേ? തൂക്കിയേക്കാം. എന്നാടിയാണ് അടിച്ചേ? ആ അത്രേ ഉള്ളൂ. ഒന്ന് രക്ഷിക്കാൻ പറ പൈസ. ഉമ്മാരൊക്കെ ഉമ്മ അതിനൊരു അത് ഞാൻ കണ്ടില്ലായിരുന്നു എവിടെയാണ്. ആ വീടിനകത്തൊന്നും അറിയത്തില്ലായിരുന്നു. വീടിനകത്ത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ തന്നെ നോക്കിയേനെ. പക്ഷെ എന്ത് പറയാൻ, ഒന്നും പറഞ്ഞു. ഇതെങ്ങോട്ടേ ഓടുന്നേ? ഇതന്നെ മുട്ട.
കൊള്ളാം കൊള്ളാം, എല്ലാം കൊള്ളാം. ആ ഓട്ടപ്പിടുത്തത്തിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ കൂടെ നോക്കിയാൽ പറയുന്നു. ഇത് ചോട്ടി ചെന്നാലേ അടിക്കാൻ പറ്റുമോ ഈ സാധനം? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ചോട്ടിച്ചില്ലാതെ അടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസം തിരുവനന്തപുരം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അയ്യോ തിരുവനന്തപുരം പോകുന്നതിൻ്റെ ഒരു വീഡിയോ എന്നാടാ ഉള്ളത് ഇരുന്നേ. ഓ ഈ സാധനത്തിന് ഭയങ്കര ഇതാ. സോറി ഗൈസ്, ഞാൻ ഓടിച്ചെന്നു, ഞാൻ തോക്കെടുക്കാതെ. അപ്പം എങ്ങനെയാ, തൂക്കുവാണോ അല്ല വെറുതെ പോവാണോ? തൂക്കാതെ പോകാൻ കണക്കിയ എന്നായിട്ട് ഗൈസ്. ബയോ തൂക്കാം. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് തൂക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്നാ ലൈക്ക് അടിച്ചൊന്ന് പുറത്തുകയാണെങ്കിൽ തൂക്കാൻ നല്ല എളുപ്പമാണ്. ഇല്ല അവന്മാരെന്നെ തൂക്കും. അതെവിടുന്ന അടി വന്നേ? ഇത് മൊത്തം ഇപ്പോൾ ഉടായിപ്പായി മാറുക കേട്ടോ. ഇത് ഫ്രീ ഫയർ മൊത്തം ഇപ്പോൾ ഉടായിപ്പാ. എന്നാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഇതിലേക്ക് അടി പോയില്ലെന്ന് പറയത്തി. ഇത് നിനക്കൊക്കെ പ്രാന്താ. Enemy near me. I need backup. Enemy very close. ഓ പണ്ടാരം. അപ്പോൾ ഞാൻ ഇത്ര വീഡിയോ എടുക്കുന്നുള്ളൂ, ഇല്ല മൂഞ്ചും. ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പം പിന്നെ ജോയിൻ ടു മൈ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു, വെൽക്കം ടു ബാക്ക് ടു ന്യൂ വീഡിയോസ്. ബൈ 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 ബൈ.